അവർ മുന്നോട്ട് നടന്ന് മനോഹരമായ പർവ്വതം കടക്കുന്നതിൽ മധ്യേ വൃദ്ധനായ ജടായു എന്ന ഭക്തനെ കണ്ടു. അതുകണ്ട രാമൻ അതിശയിച്ചു ലക്ഷ്മണനോട് പറഞ്ഞു, മുനിദശകനായ ഒരു രാക്ഷസനാണ് കിടക്കുന്നതെന്ന് തോന്നുന്നു. ലക്ഷ്മണ, വില്ലിങ്ങു തരൂ, ഇവനെ വധിക്കട്ടെ. രാമൻ പറഞ്ഞത് കേട്ട് ജടായു പറഞ്ഞു, രാക്ഷസനല്ല ഞാൻ, വധിക്കപ്പെടേണ്ടവനുമല്ല. ഭവാന്റെ പിതാവിന് ചെറുപ്പം മുതലേ ഇഷ്ടനാണ് ഞാൻ. ജടായുവിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് അനുഗ്രഹിച്ചു രാമൻ പറഞ്ഞു, നിനക്കിനി ഒരു സങ്കടവും ഉണ്ടാകില്ല. കഷ്ടം, അല്പനേരത്തേക്കെങ്കിലും നിന്നെ സംശയിച്ചതിൽ ഖേദിക്കുന്നു. ഇനിമേലിൽ എൻ്റെ കിങ്കരനായി എൻ്റെ പ്രിയ ഭക്തനാണെങ്കിൽ ശങ്ക കൂടാതെ എൻ്റെ സമീപം വസിച്ചുകൊള്ളുക, വാണുകൊള്ളുക. ജടായു അന്നു മുതൽ രാമദേവന്റെ പർണശാലയ്ക്കു സമീപം വസിച്ചു തുടങ്ങി. പഞ്ചവടി പ്രവേശം. ജടായുവിനെ അനുഗ്രഹിച്ച് രാമൻ മുന്നോട്ട് നടന്നു പഞ്ചവടിയിലെത്തി. ലക്ഷ്മണൻ മനോഹരമായ ഒരു പർണശാല തീർത്ത് അവർ അവിടെ താമസിച്ചു തുടങ്ങി. ഇലകളും പൂക്കളും കൊണ്ട് തൽപ്പമൊരുക്കി ഗംഗാനദിയുടെ ഉത്തരതീരത്ത് ഫലവൃക്ഷ നിബിഡമായ സുന്ദരമായ സ്ഥലത്ത് ദേവിയോടുകൂടി രാഘവൻ പാണു തുടങ്ങി. ലക്ഷ്മണൻ ഫലമൂലാദികളും ജലവും കൊണ്ടു കൊടുക്കും. രാത്രിയിൽ ചാവവാണവും ധരിച്ച് ഭക്തിയോടെ രക്ഷകർത്താവായി നിലകൊള്ളും.